എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചലനത്തിൽ നിന്നുള്ള പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക്കിൽ സിലബസിലുള്ളതാണ്. SCERTയിലെ എല്ലാ പോയിന്റുകളും ഉണ്ട്. ഇനി SCERT വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കറിയാം ഏതൊക്കെയാണ് ചലന സമവാക്യങ്ങൾ, ചലനവും ചലന നിയമങ്ങളും. ഇത് രണ്ടുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ ഫിസിക്സിലെ 2ഉം 3ഉം ചാപ്റ്റേഴ്സാണ് കേട്ടോ. 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 2ഉം 3ഉം ചാപ്റ്റേഴ്സാണ് ചലന സമവാക്യങ്ങളും ചലനവും ചലന നിയമങ്ങളും. അപ്പോൾ തൊഴിൽ വാർത്തയിലെ പോയിന്റുകളാണ്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് SCERTയിലെ എല്ലാ പോയിന്റുകളും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ആൻസർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ചോദിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും കാണൂ കേട്ടോ. ഓക്കെ, നല്ലൊരു റിവിഷൻ ആയിരിക്കും. ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗ വർധന എത്ര? അപ്പം നിർബാധം പതിക്കുന്ന ഒരു കല്ല് അതിൻ്റെ ഓരോ സെക്കൻഡിലും, അപ്പം നമുക്കറിയാം മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു കല്ലിന് സ്പീഡ് കൂടിക്കൂടിയല്ലേ വരിക അല്ലേ? മുകളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരും, താഴേക്ക് വരുമ്പോൾ കൂടിക്കൂടി വരും. അങ്ങനെ ഉണ്ടാകുന്ന ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗ വർധനവ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ചോദ്യം. സമവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് എപ്രകാരം ഉള്ളതായിരിക്കും? അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ട് സമവേഗത്തിലാണ് വസ്തു സഞ്ചരിക്കുന്നത്. വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതല്? വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇക്വേഷൻ എന്ന് പറയാണ്, ദൂരം ബൈ സമയമാണ് നമ്മുടെ വേഗം എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്ഥാന സമയ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെയുണ്ടാവുക? ഇവിടെ സമയം ഉണ്ടാവും, ഇവിടെ സ്ഥാനം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? സമവേഗത്തിലാണെങ്കിൽ എന്തായിരിക്കും? ഒരേ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ആയിരിക്കും. അതായത് നേർരേഖയിലായിരിക്കും നമ്മുടെ ഗ്രാഫ് ഉണ്ടാവുക. ഞാനിപ്പോൾ വരച്ചത് ഇവിടെ ടൈം, ഇവിടെ നമ്മളോട് പറഞ്ഞത് സ്ഥാന സമയ ഗ്രാഫാണ്, അതായത് പൊസിഷൻ. ഇത് പൊസിഷൻ എന്നാണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ഗ്രാഫ് അല്ലേ? അപ്പം ഇവിടെ Y ആക്സിസിൽ എന്ത് വേണം? സ്പീഡ് വേണം. നമ്മളോട് സ്പീഡാണല്ലോ പറഞ്ഞത്. സ്പീഡ്, ഇവിടെ ടൈം വേണം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. അതായത് എന്ത് തന്നെയായാലും നേർരേഖയിലാണ്. സ്ഥാന സമയ ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ വരും. അതായത് കോൺസ്റ്റന്റ് സ്പീഡിലാണല്ലോ പോകുന്നത്. ഇത് നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും നമുക്ക് കോൺസ്റ്റന്റ് സ്പീഡായിരിക്കും കിട്ടുക. മനസ്സിലായല്ലോ? അപ്പം നേർരേഖയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിൽ അല്ലാത്ത സന്ദർഭത്തിൽ എന്തായിരിക്കും? വസ്തുവിൻ്റെ ചലനം എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അസമവേഗത്തിലായിരിക്കും. അപ്പം സമവേഗത്തിലാണെങ്കിൽ നേർരേഖയിലായിരിക്കും, അസമവേഗത്തിലാണെങ്കിൽ നേർരേഖയിലായിരിക്കില്ല. സിമ്പിളാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ എന്താണ് പ്രവേഗ സമയ ഗ്രാഫ്? അതായത് X ആക്സിസിലെ സമയം, Y ആക്സിസിൽ പ്രവേഗം. അങ്ങനെയുള്ള ഒരു ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ ബാക്കി ഇവിടെയാണ് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എപ്രകാരം ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇതെൻ്റെ ഗ്രാഫാണ്. ഇവിടെ ടൈമുണ്ട്, ഇവിടെ ആരുണ്ട്? വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേഗം. അങ്ങനെയെങ്കിൽ എൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. യൂണിഫോം വെലോസിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ്. കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാം. ഓക്കെ, ഇവിടെ ടൈമുണ്ട്, ഇവിടെ വെലോസിറ്റി ഉണ്ട്. യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ആ വസ്തുവിന് ഇവിടെ T1, ഇവിടെ T2 ആണെന്ന് വിചാരിക്കൂ. അതിലുണ്ടാകുന്ന പ്രവേഗങ്ങളാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ഒരു ഷേപ്പ് കിട്ടി, ഒരു ചതുരം കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്ത് ഷേപ്പ് വേണമെങ്കിൽ കിട്ടാം. ഇവിടെ ഇപ്പം യൂണിഫോം വെലോസിറ്റിയിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ചതുരം കിട്ടി. ഈ ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും എന്ത്? സ്ഥാനാന്തരം. പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ പ്രവേഗ സമയ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വായിച്ചുതരാം. ഗ്രാഫിൻ്റെ ചുവട്ടിലെ പരപ്പളവിന് തുല്യം. കണ്ടോ? അതായത് ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നമ്മുടെ പ്രവേഗ സമയ ഗ്രാഫ്, അതായത് സമയം, ഇവിടെ പ്രവേഗം, അതായത് വെലോസിറ്റി. ഈ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എങ്ങനെയായിരിക്കും?
ആ ഗ്രാഫിൻ്റെ ചുവട്ടിലെ പരപ്പളവിന് തുല്യമായിരിക്കും. അതാണ് ഞാനിവിടെ വരച്ച് കാണിച്ചത്. ഇതാണ് എൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫിനിടയിൽ നമുക്ക് T1 T2 എന്ന് പറയുന്ന രണ്ട് സമയത്തിൽ ഉള്ള V1 V2 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനിടയിലുള്ള ഈ ഒരു പരപ്പളവായിരിക്കും എന്ത് എന്ന് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്യാനൊക്കെ 9ാം ക്ലാസ്സിലുണ്ട്. അത്രയും ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, റിവിഷൻ ആയതുകൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ഫലം 0 എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? എല്ലാം SCERTയിലെ പോയിന്റ് ആണ്, ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേ ഉള്ളൂ കേട്ടോ. ആൻസർ കാണുമ്പോൾ ഇതായിരുന്നു ഇങ്ങനെ ചോദിച്ചത് എന്ന് വിചാരിക്കും. ശ്രദ്ധിക്കുക, ഒരു വസ്തു എന്തോ ആയിക്കോട്ടെ, ആ വസ്തുവിൽ ഇപ്പോൾ ഒരു മേശ, നമ്മളെപ്പോഴും എക്സാമ്പിൾ പറയുമ്പോൾ മേശ തള്ളുന്നതാണല്ലോ പറയാറ്. അപ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം എന്ന് പറയുന്നത് എന്താണ്? 0 ആണെങ്കിൽ ആ പ്രയോഗിക്കപ്പെട്ട ബലത്തെ നമുക്ക് എന്ത് പറയാം? സന്തുലിത ബലം എന്ന് പറയാം. അതായത് ഇപ്പോൾ ഇവിടെ ഒരു മേശയുണ്ട് എന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ മേശ. ഈ മേശേനെ ഞാൻ ഇവിടുന്ന് തള്ളുന്നു, ഇവിടുന്ന് എൻ്റെ ഫ്രണ്ട് തള്ളുന്നു. അതായത് അവൾ കൊടുക്കുന്നത് F1ഉം ഞാൻ കൊടുക്കുന്നത് F2ഉമാണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്തായിപ്പോ? 0 ബലമേ അവിടെ അനുഭവപ്പെടുള്ളൂ. അപ്പോൾ സന്തുലിത ബലം ഉണ്ടെങ്കിൽ ഈ മേശ നീങ്ങോ? ഇല്ല. അപ്പം ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ നമുക്ക് സന്തുലിത ബലങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയാത്ത ബലം അപ്പം ഏതാണ്? സന്തുലിത ബലമാണ്. അപ്പം മനസ്സിലായല്ലോ, എൻ്റെ മേശ ചലനാവസ്ഥയിലായിരുന്നു. ആ ചലിക്കുന്ന മേശയെ നിശ്ചലമായിട്ടിരിക്കുന്ന മേശേനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി നോക്കുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഒരേ ബലമാണ് കൊടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അത് അങ്ങോട്ടും നീങ്ങൂല ഇങ്ങോട്ടും നീങ്ങൂല. അപ്പം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ അതേപോലെ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ നമുക്ക് സന്തുലിത ബലം കൊണ്ട് സാധിക്കില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ബലം പ്രയോഗിക്കുമ്പോഴാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന് ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നത്? അപ്പം സന്തുലിത ബലം കൊണ്ട് ഒരു കാര്യവും ഇല്ല. അതേസമയം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ വേഗത്തിനൊക്കെ മാറ്റം വരുത്താൻ നമ്മൾ ഏത് ബലം പ്രയോഗിക്കണം? അസന്തുലിത ബലം പ്രയോഗിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമേ വസ്തുക്കളുടെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ദിശയ്ക്കോ എന്തിനായാലും ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തും, ഒരു വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം ചലിക്കാത്തത് എന്തുകൊണ്ട്? അപ്പം നമ്മളൊരു വാഹനത്തിനകത്ത് ഇറങ്ങി നിന്നിട്ട് ആ വാഹനത്തെ തള്ളിയിട്ട് എന്തേ കാര്യമുണ്ടോ? ഇല്ല, പുറത്തു നിന്ന് പോയി തള്ളണം അല്ലേ. അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് തള്ളിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ എങ്ങനെയാണ് പറയുന്നത്? ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. അപ്പം എന്തൊക്കെ പഠിച്ചു? ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല എന്നും മനസ്സിലായി. അതേപോലെ സന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചതുകൊണ്ടും എന്തില്ല, കാര്യമില്ല. നമ്മൾ എന്ത് കൊടുക്കണം? ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതും ശനിയുടെ വലയങ്ങളെ നിരീക്ഷണ വിധേയമാക്കിയതും ആര്? SCERT പോയിന്റ് ആണ്. ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ എന്താ കണ്ടെത്തിയത്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതും ശനിയുടെ വലയങ്ങളെ നിരീക്ഷണ വിധേയമാക്കിയതും ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലി. അദ്ദേഹത്തിൻ്റെ കുറച്ച് രചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെച്ചോളൂ. സ്റ്റാറി മെസ്സഞ്ചർ, ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് സ്റ്റാറി മെസ്സഞ്ചർ എന്ന് പറയുന്നത്. ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത് സൂര്യകളങ്കങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ വരുന്നതാണ് ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്. പിന്നെ ലെറ്റേഴ്സ് ഓൺ സൺ സ്പോട്സ് എന്നൊക്കെ പറയുന്നത് ഗലീലിയോ ഗലീലിയുടെ പ്രശസ്തമായ രചനകളാണ്. പിന്നെ ലിറ്റിൽ ബാലൻസും ഉണ്ട് കേട്ടോ. ലിറ്റിൽ ബാലൻസ് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്, അതിവിടെ കണ്ടിട്ടില്ല. ഓക്കെ, അത് കൂടാതെ ഗലീലിയോ ഗലീലിൻ്റെ കുറച്ച് പോയിന്റുകൾ വേറെ ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. അതിതാ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇതാ നോക്കൂ.
ഇത്രയും പോയിന്റുകളും കൂടി വായിച്ചാൽ ഗലീലിയോ ഗലീലിയായി. വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴും എന്ന അരിസ്റ്റോട്ടിലിന്റെ വാദഗതി പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ നടത്തിയ പരീക്ഷണത്തിലൂടെ തെറ്റാണെന്ന് ആര് തെളിയിച്ചു? ഗലീലിയോ ഗലീലി തെളിയിച്ചു. അപ്പൊ വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗം എത്തും എന്നൊന്നും ഇല്ല എന്നുള്ളത് ആര് തെളിയിച്ചു? പിസ ഗോപുരത്തിലെ ചരിഞ്ഞ ഗോപുരത്തിലെ പരീക്ഷണത്തിലൂടെ ഗലീലിയോ ഗലീലി തെളിയിച്ചു. ഗലീലിയോ ഗലീലി രചിച്ച ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞു. ഇനി സമത്വരണത്തിലൂടെ വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേരെ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. സമത്വരണത്തിലൂടെ വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേരെ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയത് ഗലീലിയോ ഗലീലി. അപ്പൊ ഗലീലിയോ ഗലീലി ഇമ്പോർട്ടൻ്റ് ആണ്, SCRT പോയിന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. അസന്തുലിതമായൊരു ബാഹ്യബലം, ഇതാണ്. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം ഏത്? അപ്പൊ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. 1, 2, 3 3 ചലന നിയമങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഇതേതാണ്? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം 1-ാം ചലന നിയമം ആണ്. 1-ാം ചലന നിയമം സ്ഥിരാവസ്ഥയെയും ചലനാവസ്ഥയെയും സംബന്ധിച്ച വസ്തുക്കളുടെ പൊതുവായ പ്രവണതകൾ വിശദമാക്കുന്ന ചലന നിയമം. അതായത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് അതിൽ തന്നെ തുടരാനും ചലനാവസ്ഥയിലുള്ളൊരു വസ്തുവിന് ആ ചലനാവസ്ഥയിൽ തന്നെ തുടരാനും ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഏതിലാണ്? ഈ 1-ാം ചലന നിയമത്തിൽ തന്നെയാണ്. അടുത്തത് നോക്കൂ. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ എങ്ങനെ വിളിക്കുന്നു? നിശ്ചല ജഡത്വം എന്ന് പറയും. അപ്പൊ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അതിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി, അതിനെന്തിനു കഴിയില്ല? അതിന് ചലനാവസ്ഥയിലേക്ക് മാറാൻ ഒരു മടിയായിരിക്കും. അതിനെയാണ് നമ്മൾ നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ എന്ത് വിളിക്കും? ചലന ജഡത്വം എന്ന് പറയും. അപ്പൊ രണ്ടും മനസ്സിലായല്ലോ, നിശ്ചല ജഡത്വവും ചലന ജഡത്വവും. നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി. ചലന ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി. ഓക്കെ, അടുത്തത് നോക്കൂ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ എങ്ങോട്ടാണ്? മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചലനാവസ്ഥയിലാണേ. അപ്പൊ അങ്ങനെ ബസ് ചലനാവസ്ഥയിലാണെങ്കിൽ അതിലുള്ള ആളുകളും ചലനാവസ്ഥയിലാണ് ഏറെക്കുറെ നമുക്ക് പറയാലോ. അപ്പൊ അവർക്ക് എന്താണ്? ബസ് പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് നിശ്ചലാവസ്ഥയിലേക്ക് ആവാനുള്ള പ്രവണത കുറവായിരിക്കും. അവർക്ക് ചലിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രവണതയായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നത്. മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നത്. അതേപോലെ തന്നെ അതെന്തിന് ഉദാഹരണമാണ്? ചലന ജഡത്തിന് ഉദാഹരണമാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയല്ലേ കാണിച്ചത്? അതുകൊണ്ടല്ലേ മുന്നോട്ടാഞ്ഞത്? അതെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നിർത്തിയിട്ടിരിക്കുന്ന ബസ്. അപ്പം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നമ്മൾ കയറി, ബസ്സിൽ സീറ്റൊന്നുമില്ല, നമ്മൾ നിൽക്കുവാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കയറിയത്, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴുന്നു. കാരണം യാത്രക്കാരൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അത് നിശ്ചലാവസ്ഥയിലാണേ. അപ്പം യാത്രക്കാരന് എന്ത് ടെൻഡൻസിയാ ഉണ്ടാവുക? നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാ ഉണ്ടാവുക. അപ്പം പെട്ടെന്ന് ബസ് മുന്നോട്ടെടുക്കുമ്പം എന്താണ്? ഈ ആള് പിന്നോട്ടാണ് പോവുക. ഓക്കെ, ഇത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അപ്പം ചലന ജഡത്വവും നിശ്ചല ജഡത്വവും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. അതിനൊരു എക്സാമ്പിളാണ് SCRT ഉള്ളതാണ്. കാർപ്പറ്റിൽ നിന്ന് പൊടി നീക്കം ചെയ്യുന്നതിന് കാർപ്പറ്റ് എന്ത് ചെയ്യുന്നു? തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു. ഇതിന് പിന്നിലെ ശാസ്ത്ര തത്വം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചല ജഡത്വമാണ്. നിശ്ചല ജഡത്വം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തത്, ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ എങ്ങനെ വിളിക്കുന്നു? അതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ജഡത്വം എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നമുക്ക് ജഡത്വം എന്ന് പറയാം.
ഓക്കെ, വീണ്ടും ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴാൻ കാരണം എന്ത്? അതും എന്ത് തന്നെയാണ്? നിശ്ചല ജഡത്വമാണ്. നിശ്ചല ജഡത്വമാണ്. മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴാൻ കാരണം നിശ്ചല ജഡത്വമാണ്. ഓക്കെ, കൺഫ്യൂഷൻ വരില്ലല്ലോ. ചലന ജഡത്വം നിശ്ചല ജഡത്വം കൺഫ്യൂഷൻ വരില്ല എന്ന് വിചാരിക്കുന്നു. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ് കേട്ടോ ഈ മാവിന്റെ മുകളിൽ മാങ്ങ. എങ്ങനെയാ? ചലനാവസ്ഥയിലാണോ? അല്ല, നിശ്ചലാവസ്ഥയിലാണ്. പിന്നെ അത് ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് ഞെട്ടറ്റ് വീഴുന്നത്. അപ്പം അത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? നമ്മളിങ്ങനെ ക്യാരം ബോർഡ് കളിക്കുന്ന സമയത്ത് ക്യാരംസ് കോയിനുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ബാക്കിയുള്ളതൊന്നും അനക്കാതെ ഏറ്റവും അടിയിലുള്ള, അതായത് സ്ട്രൈക്കർ ഉപയോഗിച്ച് നമുക്ക് അടിയിലെ കോയിൻ മാത്രം തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കുന്നതും എന്തിനുദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി ചലന ജഡത്വത്തിനുള്ള ഉദാഹരണം നോക്കാം. ഇതാ, ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിങ്ങിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതിന് കാരണം ചലന ജഡത്വമാണ്. കാരണം അത്ലറ്റ് ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടും മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ചലന ജഡത്വം, അതായത് ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ കൂടുതൽ മാരകമാകാനുള്ള കാരണം. ഓക്കെ, സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ കൂടുതൽ മാരകമാവാനുള്ള കാരണം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ? അതെന്താണ്? ചലന ജഡത്വമാണ്. അത് നമുക്ക് എങ്ങനെ പറയാം? ബസ് ചലിക്കുമ്പോൾ യാത്രക്കാരും എന്താണ്? ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടി പറയാണ്, ബസ്സിനൊപ്പം ചലനാവസ്ഥയിലാണ്. പക്ഷേ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ നിശ്ചലമാകുമ്പോൾ യാത്രക്കാരുടെ ശരീരത്തിന്റെ കീഴ്ഭാഗം ബസ്സുമായുള്ള സമ്പർക്കം കാരണം എന്താകുന്നു? നിശ്ചലമാകുന്നു. എന്നാൽ മുകൾ ഭാഗം, നമ്മുടെ ശരീരത്തിന്റെ അപ്പർ ബോഡി, മുകൾ ഭാഗം ചലനാവസ്ഥയിൽ തുടരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മുന്നോട്ട് മറിഞ്ഞു വീഴുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ താഴ്ഭാഗം ബസ് നിശ്ചലമാകുമ്പോൾ നിശ്ചലമാവുന്നു. പക്ഷെ ശരീരത്തിന്റെ മേൽഭാഗം വീണ്ടും ചലനാവസ്ഥയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ടായുന്നത്. അപ്പൊ മറ്റേത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബസ് നിശ്ചലമായിരിക്കുമ്പോൾ യാത്രക്കാരും എന്ത് ചെയ്യുന്നു? ബസ്സിനൊപ്പം നിശ്ചലാവസ്ഥയിലാണ്. അതെ, എന്നാൽ ബസ് പെട്ടെന്ന് ചലിക്കുമ്പോൾ യാത്രക്കാരുടെ ശരീരത്തിന്റെ കീഴ്ഭാഗം ബസ്സുമായുള്ള സമ്പർക്കം കാരണം ചലിക്കും. എന്നാൽ മുകൾ ഭാഗം നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നത് മൂലമാണ് യാത്രക്കാരൻ പിന്നോട്ട് മറിഞ്ഞ് വീഴുന്നത്. ഓക്കെ, അപ്പൊ ചലന ജഡത്വവും നിശ്ചല ജഡത്വവും കൺഫ്യൂഷനൊന്നും വേണ്ട, എളുപ്പമാണ്. അടുത്തത് നോക്കാം. ഒരു വസ്തുവിന്റെ ജഡത്വത്തിന് മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഒരു വസ്തുവിന്റെ ജഡത്വത്തിന് മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ജഡത്വം കൂടും. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വവും കൂടും. ഓക്കെ, അതായത് ഭാരം കൂടിയ വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ, വേഗം കുറയ്ക്കാതെ വളവ് തിരിയുന്നത് എന്തിന് കാരണമാകും? അപകടത്തിന് കാരണമാകും അല്ലേ? ഭാരം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജഡത്വം കൂടുതലാണ്. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ അമിത ഭാരം അല്ലെങ്കിൽ ചലന ജഡത്വം കൂടുതലുള്ളത് കാരണം പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല? നിശ്ചലമാകുന്നില്ല. ഓക്കെ, ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടാറ് നിറച്ച വീപ്പ, ഇതൊക്കെ SCERT-യിലുള്ളത് തന്നെയാണ്. അത് ഉരുട്ടി നീക്കുമ്പോൾ ഒഴിഞ്ഞ വീപ്പ നീക്കുന്നതിനേക്കാൾ പ്രയാസം നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, എന്താ കാരണം? ഭാരം കൂടിയ വസ്തുക്കൾക്ക് നിശ്ചല ജഡത്വം എന്താണ്? കൂടുതൽ ആയതിനാൽ. ഓക്കെ, കൂടുതലായതിനാൽ. ഇപ്പം കിട്ടിയില്ലേ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നു, ജഡത്വം എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പം മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ജഡത്വം കൂടും. ഓക്കെ, അപ്പം ജഡത്വം കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വാണ്ടിറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ
അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. മാസും പ്രവേഗവും കൂടുമ്പോൾ അതിനുളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു. ഈ സവിശേഷ ഗുണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആക്കം അഥവാ മൊമെന്റം എന്ന് പറയുന്നു. അപ്പൊ മാസിനെയും പ്രവേഗത്തിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ, മാസ് പ്രവേഗം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തളവാണ്? അദിശമാണോ സദിശമാണോ? ആക്കം എന്താണ്? സദിശ അളവാണ്. അപ്പൊ സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ആക്കം ഒക്കെ എന്താണ്? സദിശ അളവ് ആണ്. ഓക്കെ, ഇനി വസ്തുവിന്റെ മാസിനെയും പ്രവേഗത്തെയും ഗുണിതമായി അളക്കുന്നത് എന്താണ്? അത് ആക്കം തന്നെയാണ്. മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണിതഫലം, അതായത് P = മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ആക്കം നമ്മൾ എഴുതുക. MV എന്നാണ് എഴുതുക. ഇനി ആക്കത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും അപ്പം? അതായത് P = MV എന്ന് എഴുതിയില്ലേ? യൂണിറ്റ് എങ്ങനെ ഉണ്ടാക്കാം? മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വെലോസിറ്റിന്റെ അതായത് പ്രവേഗത്തിൻ്റെ എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ഓക്കെ ആണേ. ഇനി നമുക്ക് അടുത്ത ചലന നിയമത്തിലേക്ക് പോവാം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, ആക്കം നമ്മൾ കണ്ടല്ലോ, മാസ് ഇൻറ്റു വെലോസിറ്റി. അതിലുണ്ടാകുന്ന നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമമാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. അപ്പൊ നമ്മൾ രണ്ടാം ചലന നിയമത്തിലേക്ക് കടന്നു കേട്ടോ. അവിടെയാണ് നമ്മൾ ബലത്തിനെ കുറിച്ച് പറയുന്നത്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്. ന്യൂട്ടന്റെ അങ്ങനെയാണ് ബലത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ ആണ് അല്ലേ? ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ് എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്വാണ്ടിറ്റി പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന, ബാക്കി ഇവിടെയാണ്, ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറയാറില്ലേ? ഇമ്പൾസ് എന്ന് പറയുന്നത് ആവേഗ ബലം. ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലത്തിനെയാണ് നമ്മൾ ആവേഗ ബലം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ നമ്മൾ എഴുതുക? ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ്. അപ്പം ആവേഗം, ഇമ്പൾസീവ് ഫോഴ്സ് = എന്താണ്? ഇമ്പൾസ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു സമയം. ഓക്കെ, ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ്. അപ്പൊ ബലം ഇൻറ്റു എന്താണ്? സമയമാണ് എന്തെന്ന് പറയുന്നത്? ആവേഗം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? ഇത് ആവേഗമാണ്. ഇത് ആവേഗം = ബലം ഇൻറ്റു സമയം. അങ്ങനെയാണെങ്കിൽ ആക്കം എന്താണ് പഠിച്ചത്? മാറിപ്പോയത് ഇത് രണ്ടും. ആക്കം = മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ഇത് തമ്മിൽ ആളുകൾ തമ്മിൽ ഇവിടെ മാസും വെലോസിറ്റി ആണ്, ഇവിടെ ബലവും സമയവും ആണ്. ഓക്കെ, ഇനി ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു ആവേഗമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് പറയാൻ പറ്റുമോ? ബലവും സമയവുമാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയാം. ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, അടുത്തത്, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇങ്ങനെ പ്രസ്താവിക്കുന്ന ചലന നിയമം ഏതാണ്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഈ ആവേഗത്തിൽ വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അത് പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ പുറകോട്ട് വലിച്ചിട്ടാണ്, നമ്മളല്ല നന്നായി കളിക്കുന്നവർ, ഓക്കെ, കൈ പുറകോട്ട് വലിച്ചിട്ടാണ് പിടിക്കുന്നത് കാണുന്നത്. കാരണം എന്താ? ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന ആ ഒരു സമയം എന്ത് ചെയ്യാണ്? ദീർഘിപ്പിക്കുകയാണ്. അപ്പൊ ആഘാതം കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്കറിയാം, ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബലത്തിന്റെ ഇത് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ലേ സമയം ദീർഘിപ്പിക്കുന്ന സമയത്ത്? അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിലേക്ക് പോവാം. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? അതാണ് മൂന്നാം ചലന നിയമം പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്താണ്? ഉദാഹരണങ്ങൾ ഏതാണ്? നമുക്കിവിടെ തന്നിട്ടുള്ളത് തന്നെ നോക്കാം. തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നു. അപ്പൊ തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നു എന്ന് പറയുന്ന സമയത്ത് തോക്ക് അല്പം എന്താണ്? പുറകോട്ട് തെന്നുന്നുണ്ട് ശരിക്കും. അത് മൂന്നാം ചലന നിയമപ്രകാരമാണ്.
അതേപോലെ തന്നെ തോണി തുഴയുന്നു. പിന്നെ റോക്കറ്റ് വിക്ഷേപണത്തിന് പിന്നിലുള്ള ശാസ്ത്ര തത്വം ചോദിച്ചാലും ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. ഇനി ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്നത് ആക്ക സംരക്ഷണ നിയമമാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, അപ്പോൾ ഒരു ബാഹ്യബലം ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആകെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. അതാണ് ആക്ക സംരക്ഷണ നിയമം. ഓക്കെ, അടുത്തത് ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല, കാരണം എന്താണ്? ഇതേപോലെ തന്നെ നമുക്ക് എന്തും പറയാം, ചെളിയിൽ നിന്ന് വസ്തുക്കളെ തള്ളി നീക്കാൻ ശ്രമിച്ചാലും ഒന്നും സംഭവിക്കില്ല അല്ലേ, കുറച്ച് പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാലും നീങ്ങാറില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാറില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഐസിലായാലും ചെളിയിലായാലും ഒക്കെ നമ്മൾ വസ്തുക്കളെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുന്നില്ല? ഒന്നും സംഭവിക്കുന്നില്ല. അത് നീങ്ങാറില്ല. വസ്തുവാണെങ്കിൽ വണ്ടിയാണെങ്കിലും അത് തള്ളിയാൽ നീങ്ങാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രവർത്തനം നടക്കണമെങ്കിലും ഒരു പ്രതിപ്രവർത്തനം പ്രയോഗിക്കുന്ന ഒരു ബാഹ്യ വസ്തു അവിടെ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ചളിയിൽ നിന്നായാലും ഐസിൽ നിന്നായാലും അത്തരത്തിലുള്ള ഒരു പ്രതിപ്രവർത്തനം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ തോണിയിൽ നിന്ന് നമ്മൾ കരയിലേക്ക് ചാടുമ്പം നമുക്ക് അങ്ങനെ ചാടാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തോണി ഒന്ന് ബാക്കിലേക്ക് നമ്മൾ ചവിട്ടിയിട്ടാണ് കരയിലേക്ക് ചാടുന്നത്. അപ്പോൾ ആ തോണിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ബാഹ്യബലം, അല്ലെങ്കിൽ അവിടുന്ന് ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവുന്നുണ്ട്. അതായത് തോണിയെ പിറകോട്ട് തള്ളുന്നത് നമ്മൾ നൽകുന്ന പ്രവർത്തനം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. അതേസമയം തോണി ഒരു പ്രതിപ്രവർത്തനം ഇങ്ങോട്ട് തരുന്നുണ്ട് അല്ലേ, അതായത് ഒരു ബാഹ്യബലം ഇങ്ങോട്ട് തരുന്നുണ്ട്. മനസ്സിലായോ? ഇവ വിപരീത ദിശയിലാണെങ്കിലും പരിണിത ഫലം തുല്യമായിരിക്കും അല്ലേ, ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ ഒന്നും സംഭവിക്കാത്തതിനുള്ള കാരണം, പ്രതിപ്രവർത്തനം ഇല്ലാത്തതാണ്. അത് തന്നെയാണ് ചളിയിൽ നിന്ന് വസ്തുക്കളെ തള്ളി നീക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്തത്, ചളിയിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തതിനാൽ. അടുത്തതിലേക്ക് പോവാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ചലനങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ബലത്തിലേക്കൊക്കെ എത്തി. അതായത് ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ബലം പറഞ്ഞത്, അല്ലാണ്ട് ബലം ടോപ്പിക് അല്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആക്കം പറഞ്ഞു, ആവേഗം പറഞ്ഞു, ന്യൂട്ടന്റെ 1ഉം 2ഉം ചലന നിയമങ്ങൾ പറഞ്ഞു, 3ഉം പറഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാണ്. ഒരു വസ്തുവിന്റെ വൃത്തപാതയിലൂടെയുള്ള ചലനത്തെ നമുക്ക് എന്ത് പറയാം? വർത്തുള ചലനം എന്ന് പറഞ്ഞൂടെ? വർത്തുള ചലനം എന്ന് പറയാം. ഇനി വർത്തുള ചലനത്തിലുള്ള വസ്തുവിന്റെ ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. അഭികേന്ദ്ര ത്വരണം എങ്ങോട്ടാണ്? വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്കാണ് അനുഭവപ്പെടുക, വൃത്തകേന്ദ്രത്തിലേക്കാണ് അനുഭവപ്പെടുക. നമ്മൾ കല്ല് കെട്ടി കറക്കുന്നില്ലേ? അപ്പൊ ആ പാത വർത്തുള ചലനമായിരിക്കുമല്ലോ കല്ലിന്റെ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൃത്താകാര പാതയിലാണല്ലോ കല്ല് സഞ്ചരിക്കുന്നത്. അതെ, അപ്പൊ ആ കല്ലിൽ നിന്ന് നമ്മുടെ കയ്യിലേക്കുള്ളത് ഏതാണ്? അഭികേന്ദ്ര ബലമാണ്. അത് അഭികേന്ദ്ര ബലം അടുത്തതാണ് പറയുന്നത്. അതായത് ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. അപ്പോൾ വർത്തുള ചലനത്തിലുള്ള ഒരു വസ്തുവിന് ആരത്തിലൂടെ വർത്തുള ചലനം, ഇത് നമ്മുടെ കേന്ദ്രം, ഇത് അതിൻ്റെ ആരം. അപ്പം ഇങ്ങോട്ട് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. അങ്ങനെ ഒരു ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലത്തിനെയാണ് നമ്മൾ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. അഭികേന്ദ്ര ബലത്തിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ എഫ് സി എന്ന് എഴുതാൻ കാരണം സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നാണല്ലോ അഭികേന്ദ്ര ബലം. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് mv²/r ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരമാണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസാണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേഗമാണ്. അതായത് എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തിൽ, ഇവിടെ ചെറിയ ചിത്രം വരയ്ക്കുവാണെങ്കിൽ ഇവിടെ എൻ്റെ കല്ലുണ്ട്, അതിൻ്റെ മാസ് എം ആണ്, അത് പോകുന്നത് വി വെലോസിറ്റിയിലാണ്. അപ്പോൾ വി പ്രവേഗത്തിൽ 6 ആരമുള്ള, ആറാണ് ആരമെങ്കിൽ ആ വൃത്തപാതയിൽ വർത്തുള ചലനം നടത്തിയാൽ, ഇങ്ങനെ വർത്തുള ചലനം നടത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ അഭികേന്ദ്ര ബലത്തിൻ്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. Fc = mv²/r.
ഓക്കെ, അപ്പം വർത്തുള ചലനത്തിൽ അഭികേന്ദ്ര ബലം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഞാൻ പറയാം. ഏതാണ്? ഹാമർ ത്രോ എറിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വൃത്തപാതയിൽ ചുഴറ്റുന്നത് നമുക്ക് കാണാം. ഹാമർ ത്രോ എറിയുന്നതിന് മുമ്പ് വൃത്തപാതയിൽ ചുഴറ്റുന്നത് ഈ ഒരു സന്ദർഭമാണ്. എന്ത്? വർത്തുള ചലനത്തിൽ അഭികേന്ദ്ര ബലം നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് ഹാമർ ത്രോ എറിയുമ്പോൾ വൃത്തപാതയിൽ അതിന് മുമ്പ് ചുഴറ്റുന്നത്. ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോവാം. ഇനി അഭികേന്ദ്ര ബലം, അഭികേന്ദ്ര ത്വരണം എന്നിവ അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോവാണ്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സമവർത്തുള ചലനം. അപ്പൊ വൃത്തപാതയിലാണെങ്കിൽ വർത്തുള ചലനം, അത് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സമവർത്തുള ചലനമാണ് എന്ന് പറയാം. സമവർത്തുള ചലനം. അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ യന്ത്രഊഞ്ഞാല്, അതായത് ജയന്റ് വീല്, അത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുമ്പം ജയന്റ് വീലിന്റെ തുടക്കവും അവസാനവും നമ്മൾ നോക്കണ്ട. അല്ലാതെയുള്ള ചലനം നോക്കുവാണെങ്കിൽ അത് എന്തിലാണ് എന്ന് പറയാം? സമവർത്തുള ചലനത്തിലാണ് എന്ന് നമുക്ക് പറയാം. തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും ഒഴികെ അത് എന്തിലാണെന്ന് പറയാം? തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത് ജയന്റ് വീല്. ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോവാം. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അടുത്തത്, ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനം എങ്ങനെ അറിയപ്പെടുന്നത്? നേർരേഖാ ചലനം. എളുപ്പല്ലേ? നേർരേഖയിലൂടെയുള്ള ചലനം നേർരേഖ ചലനം. അടുത്തത് എന്താണ്? ഭ്രമണമാണ്. ഇതൊക്കെ സിമ്പിളാണ്. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണേത്? ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണം. ഓക്കെ, ഇനി കുറച്ച് പോയിന്റുകൾ കൂടിയേ ഉള്ളൂ. നിങ്ങളിത് കാണണേ, ഇല്ലെങ്കിൽ ഞാൻ ഈ വായിട്ട് അലക്കുന്നൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ വസ്തുക്കളുടെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനം വാർത്തുളയല്ല, വർത്തുള ചലനം നമ്മൾ പറഞ്ഞു. അടുത്തത്, ഒരു വസ്തു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടും? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നു? ഇരുവശങ്ങളിലേക്കും ഇങ്ങനെ ചലിക്കും. ഏത്? നമുക്ക് ക്ലോക്കിന്റെ പെൻഡുലം പറയാലോ. ഇങ്ങോട്ട്, പിന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് പോകും അല്ലേ? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ദോലനം എന്ന് പറയാം. നമ്മളെ ഊഞ്ഞാലിന്റെ ചലനമൊക്കെ എന്താണ്? ദോലനമാണല്ലോ, ദോലനമാണ്. അടുത്തത്, ഒരു ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം നമ്മൾ പറഞ്ഞു. പിന്നെ ഊഞ്ഞാലിന്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം ഒക്കെ എന്തിനു ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. അടുത്ത പ്രധാനപ്പെട്ടതാണ്, വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? വേറെ ഒന്നുമല്ല, ദോലനം തന്നെയാ. ദോലനം തന്നെയാണ്. അടുത്തത് നോക്കൂ, ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അപ്പൊ ദോലനം തന്നെയാണ്. ദ്രുതഗതിയിലാവുന്ന സമയത്ത് എന്താവും? അത് കമ്പനമായിട്ട് മാറും, വൈബ്രേഷൻ ആയിട്ട് മാറും. അപ്പൊ ചെണ്ടയുടെ ഡയഫ്രത്തിന്റെ ചലനം ഏത് ചലനമാണ്? ദോലനാണ് കേട്ടോ. ചെണ്ടയുടെ ഡയഫ്രത്തിന്റെ ചലനം ദോലനമാണ്. ഓക്കെ, ഇനി അടുത്തത്, മാമ്പഴം ഞെട്ടറ്റു വീഴുന്നത്, അതേപോലെ ലിഫ്റ്റിന്റെ ചലനം എന്നിവ ഏതിനം ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്? മാമ്പഴം ഞെട്ടറ്റു വീഴുന്നത്, ലിഫ്റ്റിന്റെ ചലനം എന്നിവ ഏതാണ്? നേർരേഖ ചലനമാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പമ്പരം കറങ്ങുന്നതോ? പമ്പരം കറങ്ങുന്നത് ഭ്രമണമാണ്. സ്വന്തം അക്ഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഭ്രമണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്, ഡോക്ടർ വിക്രം സാരാഭായ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, അണുശക്തി വകുപ്പിന് കീഴിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായത് 1969. അടുത്തത്, 1975 വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത്? 1975 വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട. ഓക്കെ, അടുത്ത ചോദ്യം, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ വാഹനം ഏതാണ്? GSLV. അതിന്റെ ഫുൾ ഫോം ഒക്കെ തന്നിട്ടുണ്ട്. അടുത്തതോ, പോളാർ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി ഇന്ത്യ വികസിപ്പിച്ചത് PSLV. അപ്പം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണെങ്കിൽ GSLV, പോളാർ ഉപഗ്രഹങ്ങളാണെങ്കിൽ PSLV. കഴിഞ്ഞേ.
അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ചലന നിയമങ്ങൾ പഠിച്ചു. അതിൽ തന്നെ ജഡത്വം എന്താണ്, ആക്കം എന്താണ്, ആവേഗം എന്താണ്, പിന്നെ വർത്തുള ചലനം, പിന്നെ ദോലനം, കമ്പനം, ഭ്രമണം, നേർരേഖാ ചലനം എല്ലാം പറഞ്ഞു കേട്ടോ. പിന്നെ ഗലീലിയോ ഗലീലിനെ കുറിച്ചും പറഞ്ഞു. വിട്ടുപോയൊരു സാധനമുണ്ട്, ഏത്? നമ്മുടെ ചലന സമവാക്യങ്ങൾ എല്ലാം പറഞ്ഞിട്ട് അത് പറയാതെ പോവായിരുന്നു. ഇപ്പോൾ അത് എളുപ്പമല്ലേ? V = U+AT ആണ് ഒന്നാം ചലന സമവാക്യം. S = UT + ½ AT². അതിൻ്റെ ബാക്കി ഇവിടെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, S = UT + ½ AT². പിന്നെ മൂന്നാമത്തെയാണ് V² = U² + 2AS. ഇതാണ് 3 ചലന സമവാക്യങ്ങൾ. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചു. SCRTയിലെ എല്ലാ പോയിന്റുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.